ചേട്ടാ നമസ്കാരം. നമസ്കാരം. വലിയൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റഷ്യ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു, അല്ലെങ്കിൽ റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ തരുന്ന പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. കാരണം ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം നിരന്തരം ഇവരുടെ അതിർത്തികളെല്ലാം, വ്യോമാതിർത്തികളെല്ലാം ലംഘിക്കുന്നതുകൊണ്ട് റഷ്യയെ പ്രതിരോധിക്കാനായി ഒരു ഡ്രോണിന്റെ മതിൽ തീർക്കുകയാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ചെയ്യുന്നത്. UK പറഞ്ഞിരിക്കുന്നത് റഷ്യ ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും നാറ്റോ രാജ്യത്തിന്റെ വിമാന അതിർത്തി ലംഘിച്ചു കഴിഞ്ഞാൽ വെടിവെച്ചിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റഷ്യ തിരിച്ചു പറഞ്ഞു, അങ്ങനെ വെടിവെച്ചിട്ടാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. റഷ്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളത് എടുത്തതാണ്, നമ്മളത് പറഞ്ഞതാണ്. അതായത് അമേരിക്കയുടെ INS ജെറാൾഡ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ 1,00,000 ടണ്ണുള്ള യുദ്ധ വിമാനവാഹിനി കപ്പൽ, ആ കപ്പലിനെ അവിടെ തളച്ചിടാൻ റഷ്യയുടെ യാസൻ അന്തർവാഹിനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലുള്ള പ്രത്യേകതരമായിട്ടുള്ള ഹൾ കോട്ടിംഗ് ഒക്കെ കാരണം ഈ കപ്പൽ, അതായത് ഈ അന്തർവാഹിനിയെ ഡിറ്റക്ട് ചെയ്യാൻ പോലും ഈ INS ജെറാൾഡിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ റഷ്യ അത് കൊടുത്ത വലിയൊരു താക്കീതായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളെ നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, വേണമെങ്കിൽ ഞങ്ങൾക്ക് അടിക്കാം, പക്ഷെ ഞങ്ങളത് ചെയ്തില്ല എന്ന് റഷ്യ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ആ സമയത്ത് കൊടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ നാറ്റോ വളരെ സൂക്ഷ്മമായി നീങ്ങുന്നത്. ഒരു ഡ്രോണിന്റെ മതിൽ തീർക്കുന്നുണ്ട് ചുറ്റും. അപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്ത ഒരു വാർത്തയുണ്ട്, അതായത് തുർക്കി നമുക്ക് S-400 തരാൻ പോകുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ തുർക്കി നമുക്ക് S-400 തരുന്നത്, നമ്മളും തുർക്കിയും തമ്മിലൊരു ഫൈറ്റ് അല്ലേ. പക്ഷെ അതിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ബുദ്ധിയുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഞങ്ങളുടെ F-35 നിങ്ങൾ മേടിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു S-400 ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയ സാധനമാണ്, നിങ്ങൾ അത് ഉപേക്ഷിക്കണം. അപ്പൊ തുർക്കിക്ക് അറിയില്ല ഇത് എവിടെ കൊണ്ട് ഉപേക്ഷിക്കണം, എങ്ങനെ ഉപേക്ഷിക്കണം എന്നുള്ളതിന് ഒരു ഐഡിയ തുർക്കിക്കില്ല. റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചു പോയി, സോഴ്സ് കോഡും കാര്യങ്ങളും ഒന്നുമില്ല. റഷ്യ പറഞ്ഞു അത് തിരിച്ചു തന്നു. അപ്പൊ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അത് തിരിച്ചു കൊടുക്കണം, നിങ്ങൾ ഒരു കാര്യം, അത് ഇന്ത്യക്ക് കൊടുത്തേരെ. അപ്പൊ തുർക്കി ചോദിച്ചു അതെന്തിനാ ഇന്ത്യക്ക് കൊടുക്കുന്നത്. അപ്പൊ പറഞ്ഞു പാകിസ്ഥാന് ഒരു ചെറിയ പണി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഈ ബഗ്രാം വ്യോമത്താവളം ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പം ഇവനടക്കമുള്ള ആൾക്കാർ 4 രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സംയുക്തമായിട്ട് ഒരു മീറ്റിംഗ് ചേർന്ന് അതിനെ അപലപിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ട്രംപിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ട്രംപ് ഒരിക്കലും സ്വന്തം രാജ്യത്തിനെ യുദ്ധത്തിലോട്ട് വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നില്ല, ബാക്കിയുള്ള രാജ്യങ്ങളെ ഇതിനകത്ത് ബലിയാടാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതുപോലെ ട്രംപ് ഇപ്പോൾ യുക്രൈന് അമേരിക്കയുടെ മാരകമായിട്ടുള്ള മിസൈലുകളുടെ ഒരു ശേഖരം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മാരകമായിട്ടുള്ള മിസൈല് ടോമാഹോക്ക് എന്ന് പറയുന്ന മിസൈലാണ്. ഈ ടോമാഹോക്ക് മിസൈൽ ഉണ്ടെങ്കിൽ റഷ്യയെ തകർക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ യുദ്ധം കൂടുതൽ സങ്കീർണമാക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നത്. നാറ്റോ എന്തായാലും രംഗത്തിറങ്ങി കഴിഞ്ഞു. ഉടനെ തന്നെ നാറ്റോ യുക്രൈനിലേക്ക് വരും എന്നുള്ള റിപ്പോർട്ടുകൾ, അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പലതും കേൾക്കുന്നു. ഇതൊന്നാമത്തെ കാര്യം. റഷ്യയെ വളയാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. റഷ്യയെ സംബന്ധിച്ച് ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കറിയാം റഷ്യയുടെ ആയുധവും സൈനിക സെറ്റപ്പും റഷ്യക്ക് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ രണ്ടാമത്തെ വിഷയമാണ് ഏറ്റവും വലിയ വിഷയം. ഈ റഷ്യക്ക് ഇപ്പോൾ മോൾഡോവ അടക്കമുള്ള റഷ്യയുടെ അടുത്ത് കിടക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട്. പണ്ട് റഷ്യ മോൾഡോവയെ അടിച്ചതാണ്. മോൾഡോവയെ റഷ്യ സമ്പൂർണ്ണമായിട്ട് ഇരുട്ടിലാക്കിയതാണ്. കാരണം അവർക്ക് കൊടുക്കുന്ന ഗ്യാസ് ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഗ്യാസ് അങ്ങോട്ടേക്ക് പോയിട്ടാണ് യൂറോപ്പിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, റഷ്യയുടെ ഗ്യാസ്. അപ്പൊ ഇനി മോൾഡോവയെ അങ്ങനെ ഇരുട്ടിലാക്കി. അപ്പൊ ഇപ്പൊ മോൾഡോവയെ കൂടെ പിടിച്ചുകൊണ്ട് ആണ് ഈ നാറ്റോ രാജ്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഈ നാറ്റോ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്, നമുക്കെതിരെ എത്തിയിട്ടുണ്ട്. നമുക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഈ G7 രാജ്യങ്ങളടക്കം വലിയ രീതിയിൽ ഇപ്പൊ ട്രംപ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ത്യക്കെതിരെ രംഗത്തെത്തണം, നിങ്ങൾ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന്. റഷ്യ ഇപ്പോ ഇവരെ അടിക്കുമെന്നുള്ള ഘട്ടം എത്തിയപ്പോൾ ട്രംപിന്റെ വാക്കുകൾ അനുസരിച്ചു കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ പ്രശ്നമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പോ ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ വലിയ സമ്മർദ്ദം ചെലുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ സാമ്പത്തികമായിട്ടും ഒന്നും സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ സമ്മർദ്ദം ചെലുത്താനുള്ള വലിയൊരു കുരു നമ്മുടെ സൈഡിൽ കിടപ്പുണ്ട്, അതാണ് പാകിസ്ഥാൻ. ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ ഇന്ത്യ സമ്മർദ്ദത്തിലാകുമെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു നീക്കമാണോ നടക്കുന്നത് എന്നുള്ള ഒരു സംശയം കൂടെ നമുക്കുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്തായാലും വരുമെന്ന് ഉറപ്പായി. 2026 ഒരു 3ാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു ചുവട് കൂടി മുന്നിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അഭിപ്രായം? ഒരു സൈഡില് വ്യാപാര കരാറും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് പണി തന്നുകൊണ്ടേയിരിക്കുകയാണ്. ചബാർ തുറമുഖത്തിന് നിരോധനം ഏർപ്പെടുത്തി അമേരിക്ക. അതായത് 2018 ഇവര് ഈ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയ ഒരു തുറമുഖമാണ് ചബാർ തുറമുഖം. ചബാർ തുറമുഖം എന്ന് പറയുമ്പോൾ നമ്മളും
അന്ന് ഈ ചബ്ബാ തുറമുഖത്തിന് അമേരിക്ക താല്പര്യമുണ്ട്. ബൈഡന്റെ ഭരണകാലത്തൊക്കെ ഇതിന് വലിയ താല്പര്യമായിരുന്നു. കാരണം അവിടെ ഒരു തുറമുഖം വരുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ ചൈന അവിടെ കൊണ്ട് തുറമുഖം ഇടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇട്ടോളൂ എന്ന് പറഞ്ഞിരുന്നു. ഇറാന്റെ ഉപരോധത്തിൽ നിന്ന് ഈ മേഖല ഒഴിവാക്കുകയും ചെയ്തു. നമ്മളിത് കൂടാതെ ഇറാനിൽ ഒരു റെയിൽ പദ്ധതിയും തുടങ്ങി വെച്ചു. അതിപ്പോൾ ഫൈനലൈസ് ആയി, തീരാറായി. അത് ആ റെയിൽ പദ്ധതി, റെയിൽവേയുടെ പദ്ധതി തീരാറായി. ഈ ഷിപ്പിംഗ് ഇതിന്റെ തീരാറായി. ഇപ്പോഴാണ് നമുക്ക് ഒരു ഉപരോധം ചബ്ബാർ തുറമുഖത്തിനടുത്ത് ചബ്ബാർ തുറമുഖം അടക്കം ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നമ്മളോടുള്ള തുറന്ന പേരാണ്. ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്, ഇന്ത്യ ഇത് വകവെച്ച് കൊടുക്കുമോ എന്നുള്ളത്. സാധ്യതയില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം മുമ്പ് ഈ ചബ്ബാർ തുറമുഖം തുടങ്ങുന്നതിന് അമേരിക്ക പ്രോത്സാഹിപ്പിച്ചിരുന്നു വലുതായിട്ട്, ഇന്ത്യ അത് ഏറ്റെടുക്കുന്നതിന്. ഇല്ലെങ്കിൽ അത് ചൈന കൊണ്ടുപോകും. അതുകൊണ്ട് ഇന്ത്യ ഏറ്റെടുക്കുന്നതിന് വലിയ രീതിയിൽ അമേരിക്ക അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യ അപ്പോൾ എന്ത് ചെയ്തു? ഇറാന്റെ പക്കൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി. 2018 ആയപ്പോഴേക്കും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി. പകരം ഈ ഒരു ഇത് കൊണ്ട് മുമ്പോട്ട് നമ്മൾ ഈ ചബ്ബാർ തുറമുഖവുമായിട്ട് മുമ്പോട്ട് പോയി. കാരണം അഫ്ഗാനിസ്ഥാനിലും ഒരുപാട് ഡെവലപ്മെന്റ്സ് ഈ തുറമുഖം വഴി വരും. അതുകൊണ്ടാണ് അവർ ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ അമേരിക്ക ചെയ്യുന്ന അതേ പണി ഇപ്പോൾ ഈ ചബ്ബാർ തുറമുഖത്തിൽ നിരോധനം ഏർപ്പെടുത്തുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ അത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് വെച്ചാൽ ഇവിടെ പണി ചെയ്യുന്ന നമ്മുടെ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പിന്നെ പണിയെടുക്കാൻ കഴിയാതെ, അതായത് കോൺട്രാക്റ്റുകളും മറ്റും കിട്ടാത്ത രീതിയിൽ അവരെ ബാൻ ചെയ്ത് കളയും. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കോടാനുകോടി രൂപ കൊണ്ട് ചബ്ബാർ മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ റെയിൽവേ പദ്ധതി കൊണ്ട് നമ്മൾ മുടക്കിയിട്ടുണ്ട്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ പറഞ്ഞത്, റഷ്യയുടെ എണ്ണ ഞങ്ങൾ വാങ്ങുന്നില്ല, കുഴപ്പമില്ല, പക്ഷേ ഇറാന്റെ ഞങ്ങൾ വാങ്ങേണ്ടി വരും. ഏതെങ്കിലും നിങ്ങൾക്ക് വില കുറച്ച് എവിടെന്നെങ്കിലും എണ്ണ കിട്ടിയിട്ടല്ലേ പറ്റൂ എന്നുള്ളത്. ഇതിനിടയിൽ ഇന്ത്യ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഉക്രൈൻ ഇപ്പോൾ ചെയ്യുന്നത് റഷ്യയുടെ പ്രധാനപ്പെട്ട എണ്ണ കുഴലുകൾ, എണ്ണ പോകുന്ന എണ്ണ വാതക കുഴലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ അവരുടെ റിഫൈനറികൾ തകർക്കുകയാണ്. ഇപ്പോൾ നിലവിലത്തെ വാർത്ത പുറത്തു വരുന്നത് റഷ്യയിൽ പെട്രോൾ ക്ഷാമം രൂക്ഷമെന്നാണ്. ഭാവിയിൽ ഒരു പക്ഷേ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് റഷ്യക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. ഇവിടെയാണ് ഇറാനുമായി ഇന്ത്യ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നത്. ചബ്ബാർ തുറമുഖത്തിന്റെ പേരിൽ എന്തായാലും ഇന്ത്യ പിന്നോക്കം പോകാൻ യാതൊരു സാധ്യതയുമില്ല. ഈ ഉപരോധത്തെ ഇന്ത്യ വകവെച്ച് കൊടുക്കുകയുമില്ല. ഒരു സമയത്ത് റഷ്യയോട് എണ്ണ വാങ്ങുമോ, ഇല്ലെങ്കിൽ ആഗോള എണ്ണ വില വർദ്ധിക്കുമെന്ന് പറഞ്ഞു അമേരിക്ക. ഇപ്പൊ പറയുന്നു അവരുടെ സൗകര്യത്തിന് അവർ പറയുന്നു ഇനി നിങ്ങൾ വാങ്ങണ്ട എന്ന് പറയുന്നു. അതായത് അവർ പറയുമ്പോൾ കേൾക്കാനും അവർ പറയുമ്പോൾ നിർത്താനും നമുക്ക് കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ അവരെ നമ്മൾ ഏകദേശം അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ഒരു ഉപരോധം പ്രഖ്യാപിക്കണമെന്ന് കുറെ നാളുകളായിട്ട് ട്രംപ് ഈ G7 രാജ്യങ്ങളോടും ഒപ്പം തന്നെ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോടും നാറ്റോ രാജ്യങ്ങളോടും ഒക്കെ പറഞ്ഞിട്ട് അവരത് കേട്ടില്ല, അവർ തള്ളിക്കളഞ്ഞു. പക്ഷെ ഇപ്പോൾ G7 രാജ്യങ്ങൾ പറയുന്നു ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ ഞങ്ങൾ കടുത്ത നടപടികൾക്ക് ഒരുങ്ങുമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഉപരോധം തന്നെയാണ്. ഇതിനിടയിൽ റഷ്യയുടെ തൊട്ടടുത്തുള്ള മാൾഡോവ ദ്വീപിലും ഈ അമേരിക്കയെ അനുകൂലിക്കുന്നില്ല, യൂറോപ്പിനെ അനുകൂലിക്കുന്ന, യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകക്ഷി അധികാരത്തിൽ വീണ്ടും വരികയുണ്ടായി. ഇതുകൂടി വരുമ്പോൾ പക്ഷെ വലിയ വോട്ടിങ്ങിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. 49-50, ഏതാണ്ട് 1% വ്യത്യാസത്തിലാണ് ഇവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നിൽക്കുന്നത്. ഈ റഷ്യ അനുകൂലിക്കുന്ന പാർട്ടിയുടെ ആയാലും യൂറോപ്പിനെ അനുകൂലിക്കുന്ന പാർട്ടിയുടെ ആയാലും ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് നിൽക്കുന്നു. ഒപ്പം തന്നെ റഷ്യക്ക് ചുറ്റും ഡ്രോൺ മതിൽ പണിയുക എന്നുള്ളതിന്റെ ഭാഗമായി നാറ്റോ സഖ്യം കൂടുതൽ വിമാനങ്ങളെയും ആയുധങ്ങളെയും നാറ്റോ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ്. നോർവ, റൊമേനിയ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ അവർ തുർക്കിയുടെ വിമാനമൊക്കെ വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് കൂടുതൽ ആയുധങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് അമേരിക്ക അവരുടെ ഏറ്റവും മാരകമായ ഒരു മിസൈൽ ഇപ്പോൾ ഉക്രൈന് കൊടുത്തിരിക്കുന്നത്. റഷ്യ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ ഉക്രൈൻ ആക്രമിക്കുന്നത് പാശ്ചാത്യ ശക്തികളുടെ ആയുധം ഉപയോഗിച്ചാണ് എങ്കിൽ അതിന്റെ ഫലം സർവനാശമായിരിക്കുമെന്ന്. ഇന്നലെയും പുടിൻ പറഞ്ഞു കഴിഞ്ഞു, ഈ അമേരിക്ക കൊടുക്കുന്ന മിസൈൽ കൊണ്ട് ഞങ്ങൾക്കെതിരെ അടിച്ചാൽ അതിനെ പാശ്ചാത്യ ശക്തികൾ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടതായി ഞങ്ങൾ കണക്ക് കൂട്ടുമെന്നും അതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യം. അത് കൂടാതെ തന്നെ ഇപ്പോൾ റഷ്യയുടെ ഡ്രോണുകളും വിമാനങ്ങളും കണ്ടാൽ വെടിവെച്ചിടാനും പറഞ്ഞിട്ടുണ്ട്. അതും സംഘർഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന്റെ ഒരു നിലപാട്, അതായത് അദ്ദേഹം എന്താണോ രഹസ്യമായി മൂടി വെച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണോ അതിപ്പോ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ കണ്ടതാണ്, ഖത്തറിനെ സ്നേഹിച്ച് കൈ പിടിക്കുന്നു, അതിനുശേഷം ഉചിതമായ സമയത്ത് ഇസ്രായേലിനെ അടിക്കാൻ ഉള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. രണ്ടാമത് നമ്മളുടെ അടുത്ത് പറയുന്നു വ്യാപാര ചർച്ച നടത്താം, താരിഫ് കുറയ്ക്കാം, മറ്റേത് മറിച്ചത് പറയുന്നു. അതേ സമയത്ത് തന്നെ ചബ്ബാർ തുറമുഖത്തിന് നമുക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പദ്ധതികളെ നിർത്തിപ്പിക്കുന്നു, നമ്മളെ ഞെരുക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം വെച്ചാൽ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കില്ലെന്ന് കണ്ടപ്പോൾ റഷ്യയുടെ ഈ പറയുന്ന എണ്ണ വാതക കുഴലുകൾ നിരന്തരം ആക്രമിച്ചുകൊണ്ട് അവരുടെ സപ്ലൈ ചെയിൻ നശിപ്പിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് നീങ്ങുന്നു.
അതായത് ഇവിടെ ട്രംപിന്റെ യഥാർത്ഥ ലക്ഷ്യം എല്ലാവരും അടിച്ചൊതുക്കി മുമ്പോട്ടിരിക്കുക. കാരണം അമേരിക്കക്കാരൻ അങ്ങനെയാണ്, അവസാനത്തെ ഒരു കൈ അവൻ തന്നെ കളത്തിലിറങ്ങും നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ. അതുവരെ പരസ്പരം ധനുഷ് നേരത്തെ പറഞ്ഞ കണക്ക് പരസ്പരം രാജ്യങ്ങളെ തമ്മിൽ മുട്ടിച്ച് ചോര കുടിക്കുകയാണ് പണി. അവസാനം ഇവൻ പെട്ടുപോകും, ഇവൻ നേരിട്ടെത്തുന്ന സമയം വരും. ആ നേരിട്ടെത്തുന്ന സമയം സമാഗതമായിരിക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകളിൽ കാണുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു ലൈനപ്പ് ആയി കഴിഞ്ഞിരിക്കുന്നു. നാറ്റോ രാജ്യങ്ങളും G7 രാജ്യങ്ങളും എല്ലാം ഇപ്പം ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ചൈനയുടെ കാര്യം അത് മാറ്റി നിർത്താം, ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് നമ്മളെ തലോടുകയും ഒരു ഭാഗത്ത് നമ്മളെ തല്ലുകയും ചെയ്യുന്ന ഒരു നയവുമായിട്ടാണ് അമേരിക്ക മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പീയൂഷ് ഗോയൽ അമേരിക്കയിൽ ചെന്നിട്ട് പറഞ്ഞത്, റഷ്യയുടെ എണ്ണ വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങാതിരിക്കാം, പക്ഷെ ഞങ്ങൾ വെനിസുലയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് എണ്ണ ആവശ്യമുള്ള രാജ്യമാണ്, വില കുറച്ച് എണ്ണ കിട്ടണം എന്ന് പറഞ്ഞത്. ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഈ ഡിസംബർ 5-6 തീയതികളിൽ ശ്രീ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുകയുമാണ്. ഇത് ശരിക്കും ട്രംപിനൊരു അസ്വസ്ഥത ജനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം പുടിൻ ഇന്ത്യയിൽ വരുന്നത് വെറുതെ അല്ല, അനവധി കരാറുകൾ ഒപ്പുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആണവ റിയാക്ടറുമായി ബന്ധപ്പെട്ട കരാറ്, Su-57 ബന്ധപ്പെട്ട കരാറ്. ഈ Su-57 എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ F-35 ബദലാണ്. അങ്ങനെയുള്ള കരാറ്. പിന്നെ ഈ ഇന്ത്യയുമായി തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന S-500, അതുപോലെ തന്നെ മറ്റു ചില ചെറു യുദ്ധവിമാനങ്ങൾ, ഇതിന്റെ എല്ലാം കരാറുകൾ ഒപ്പുവെക്കാനാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാനമായ ഒരു കരാർ കൂടി അതിൽ ഒപ്പുവെക്കപ്പെടുമെന്ന് പറയുന്നു. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യം റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു കരാർ കൂടി ഒപ്പുവെക്കുമെന്ന് പറയുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ എന്ന് പറയുന്നത് എണ്ണ മാത്രമല്ല നമുക്ക് തരുന്നത്, ആയുധം മാത്രമല്ല നമുക്ക് തരുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ട വളത്തിന്റെ ഒരു വലിയ ശേഖരം നമുക്ക് വരുന്ന റഷ്യയുടെ നിന്നും ചൈനയുടെ കയ്യിൽ നിന്നുമാണ്. എല്ലാവരും ചോദിക്കും, ചൈനയെ എന്തുകൊണ്ട് നമ്മൾ വെറുപ്പിക്കും? ചൈന എന്തുകൊണ്ടാണ് അമേരിക്ക വെറുപ്പിക്കാത്തത്? ഈ ഒരു രാജ്യത്തെ വെറുപ്പിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാർഷിക വളം വരുന്നത് റഷ്യയിൽ നിന്നാണ്. ആ റഷ്യയിൽ ഇപ്പോൾ വളത്തിന് ഷോർട്ടേജ് ആണ്, എത്തിയില്ല. കഴിഞ്ഞ ദിവസം അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, പേടിക്കണ്ട, ഞങ്ങൾ മാക്സിമം വളം എത്തിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ചൈന ഈ ഒരു അവസരത്തിൽ അവര് നമ്മുടെ വെട്ടിക്കുറച്ചിരുന്നു നമുക്ക് തരുന്ന വളം. അത് അവർ വീണ്ടും ആ പഴയ റേഷൻ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണത്. ഏതായാലും ട്രംപിന്റെ യഥാർത്ഥ മുഖംമൂടി അഴിച്ചു വെച്ചുകൊണ്ട് യഥാർത്ഥ മുഖവുമായി ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആദ്യം വിരട്ടലും ബലപേശലുമായിരുന്നെങ്കിൽ ഇപ്പോൾ വിരട്ടലില്ല, നേരിട്ട് തന്നെ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഏതാണ്ട് ഒരു സൈഡിൽ ഇന്ത്യയും ചൈനയും ശത്രുപക്ഷത്തേക്ക് നിർത്തിക്കൊണ്ട്, റഷ്യ അവിടെ മെയിൻ ശത്രു എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ എന്താകും എന്നറിയാം. ലോകത്ത് എമ്പാടും ഇപ്പോൾ ഉത്സവ സീസണാണ്, ഇന്ത്യയിൽ മാത്രമല്ല. ക്രിസ്മസ് അടക്കം, ന്യൂ ഇയർ അടക്കം ലോകമെമ്പാടും വരുന്നൊരു സമയം കൂടിയാണ്. ഇതിനിടയിൽ പലയിടത്തും ഭീകരവാദ പ്രവർത്തനങ്ങളും അതിർത്തി കടന്നുള്ള അടികളും അത് വലിയ യുദ്ധമായി പരിണമിക്കുമോ എന്നുള്ളതുമൊക്കെ ആശങ്കാകുലരായ ഒരു ജനമാണ് മുമ്പോട്ട് പോകുന്നത്.